ഫെബ്രുവരി മാസം നടക്കുവാൻ സാധ്യതയുള്ള ഈ ആർടെമിസ് ദൗത്യം എങ്ങനെയാണെന്ന് ഇനി നോക്കാം. അപ്പോളോ ദൗത്യത്തിൽ മനുഷ്യൻ നേരിട്ട് ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങിയതുപോലെ ആയിരിക്കില്ല ആർടെമിസ് 2ന്റെ ദൗത്യം. ആർടെമിസ് 2 മനുഷ്യന്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ പരീക്ഷണമായിരിക്കും. മനുഷ്യർക്ക് ചന്ദ്രനിൽ യാത്ര ചെയ്ത് സുരക്ഷിതമായി തിരികെ എത്തുവാൻ കഴിയുമോ എന്ന് അറിയുവാൻ ഇതിന്റെ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും ഈ പദ്ധതിയിലൂടെ ആസ്ട്രോനോട്ടുകൾ ഭൗമമണ്ഡലം വിട്ട് വെളിയിലേക്ക് പോകുകയും ചന്ദ്രന് ചുറ്റും വലയം വയ്ക്കുകയും തിരികെ ഭൂമിയിലെത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടി മനുഷ്യന്റെ ബഹിരാകാശത്തിനപ്പുറം ദീർഘദൂരം യാത്ര ചെയ്യുവാൻ കഴിയുമോ എന്നതിന്റെ പരീക്ഷണം കൂടിയാകും ഈ ആർടെമിസ് 2 ദൗത്യം. ഈ ചന്ദ്രദൗത്യത്തിനായി ഉപയോഗിക്കുവാനായി തയ്യാറാക്കിയിരിക്കുന്നത് ഓറിയോൺ എന്ന പേടകമാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ ഉയരമുള്ള ഒരു അതിഭയങ്കര റോക്കറ്റാണ് ഈ പേടകം വഹിച്ച് മുകളിലേക്ക് കുതിക്കുന്നത്. ആധുനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഡിസൈൻ ചെയ്ത പേടകമാണ് ഓറിയോൺ. ജീവൻ രക്ഷാ ഉപാധികളും റേഡിയേഷൻ ഷീൽഡിങ്ങും നാവിഗേഷൻ സംവിധാനങ്ങളെല്ലാം ഇതിലുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴും തുടർന്ന് തിരികെ പ്രവേശിക്കുമ്പോഴും ഉണ്ടാകുന്ന വലിയ ചൂടിനെ മികച്ച രീതിയിൽ പ്രതിരോധിക്കുവാൻ ഈ പേടകത്തിന് കഴിയും. ആഴ്ചകളോളം ഈ പേടകത്തിനുള്ളിൽ കഴിയാൻ ഉള്ള സംവിധാനവും അതിൽ ഒരുക്കിയിട്ടുണ്ട്.